ഹലോ, ഇന്ന് എന്റെ ഓഫീസിലൊരു ചേട്ടന്റെ കല്യാണത്തിന് പോയാലോ? വാ. ഞാൻ പതിപോലെ വണ്ടി ടൗണിൽ വെച്ചിട്ട് അവിടുന്ന് ബസ്സിലാണ് പോണത്. ശക്തനെത്തി കുറച്ച് കഴിയുമ്പോഴേക്കും കൂട്ടത്തിൽ ഒരാൾ വന്നു. രാവിലെ ഒന്നും കഴിക്കാത്തോണ്ട് തന്നെ ലേറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ കയറിട്ടോ. അത് കഴിയുമ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയെങ്കിലും അടുത്ത ആളും എത്തി. പിന്നെ ഞങ്ങളെ മൂന്നാളും പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങളുടെ വക്കീലും വന്നായിരുന്നു. തൃശ്ശൂർ കാഞ്ഞായിയാണ് കല്യാണം. അവിടുന്ന് അധികം ദൂരമില്ലാത്തോണ്ട് തന്നെ പെട്ടെന്ന് എത്തി. സാധാരണ ഇങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് അവിടെ എത്താറ്. ഇന്ന് എന്തോ നേരത്തെ എത്തി. ഇതാണ് നമ്മുടെ പെണ്ണും ചെക്കനും. നീണ്ട 8 വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് കേട്ടോ ഇവരുടെ കല്യാണം. അങ്ങനെ ചടങ്ങുകളൊക്കെ അവിടെ ഓരോന്നായിട്ട് തുടങ്ങി. ഞങ്ങൾ പതിയെ ഞങ്ങളുടെ പരിപാടിക്ക് നീങ്ങി. വേറൊന്നുമല്ല, ഫോട്ടോ. വന്നപ്പോഴേ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കണ്ടുവച്ചായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ബ്രൈഡും ഗ്രൂമും എത്തിയായിരുന്നു. പിന്നെ ഞങ്ങളുടെ ടീമിനെ എല്ലാവരും കൂട്ടിയിട്ട് ഒരു ഫോട്ടോയും എടുത്തിട്ട് ശരത്തേരന് വിഷും ചെയ്ത് ഞങ്ങളുടെ അടുത്ത പരിപാടിക്ക് കിടന്നു. ഒരു കല്യാണത്തിന് മെയിൻ എന്താ? ഫുഡ്. എന്നാ പിന്നെ കഴിക്കുക. ഫുഡൊക്കെ എന്തായാലും സൂപ്പർ ആയിരുന്നു. എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും കൂടി കുറച്ചു നേരം ഗോസിപ്പൊക്കെ പറഞ്ഞ് കുറച്ചുകൂടി ഫോട്ടോസ് ഒക്കെ എടുത്ത് സമയം പോയതേ അറിഞ്ഞില്ല. അങ്ങനെ ടീമിലുള്ള എല്ലാവരും മെല്ലെ ബായി പറഞ്ഞ് പൂവാറാവുമ്പോഴാണ് കേട്ടോ മിൻചേച്ചി വരുന്നത്. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളും മെല്ലെ ഇറങ്ങാൻ നോക്കി. ഇന്നത്തെ കല്യാണം എന്തായാലും സൂപ്പറാക്കി. അതിന്റെ ക്ഷീണം മുഖത്ത് നല്ലോണം കാണാനും ഉണ്ട് കേട്ടോ. ഇങ്ങനൊക്കെ ഓരോ ഫംഗ്ഷൻസ് വരുമ്പോഴാണല്ലോ ഒന്നും കൂടി എല്ലാവരുമായിട്ടൊന്ന് മിങ്കിളാവാൻ പറ്റുക. വക്കീൽ എന്തായാലും ഞങ്ങൾ കിട്ടിയ സ്ഥലത്ത് തന്നെ എത്തിച്ചു. അപ്പൊ വക്കീലിനോടും അവരോടും ബായ് പറഞ്ഞിട്ട് ഞാൻ എന്റെ ബസ് കയറി. എന്നാ പിന്നെ വീട്ടിൽ പോയാലോ? അപ്പൊ ശരി, ബായ്.